Dear students, now we wish to discuss നമ്മുടെ സിഗ്നലിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഒരു പ്രാവശ്യം ഡിസ്കസ് ചെയ്തു. അക്കോർഡിംഗ് ടു ദെയർ ലൊക്കേഷൻ, റിസപ്ഷൻ സിഗ്നലിൽ ഔട്ടർ സിഗ്നലുണ്ട്, ഹോം സിഗ്നലുണ്ട്. ഹോം സിഗ്നലിൽ ഇതിനകത്ത് ഇതാണ് ഔട്ടർ സിഗ്നൽ, വാർണിംഗ് സിഗ്നലാണ് ഔട്ടർ സിഗ്നൽ എന്ന് പറഞ്ഞാൽ. പിന്നെ അതുപോലെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുക, അതൊരു 400 മീറ്റർ അവയാണ് സ്റ്റേഷനിൽ അല്ലേ. സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ 640 മീറ്റർ ഉണ്ടാവും. ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. അതൊരു 640 മീറ്റർ ഒക്കെ ഉണ്ടാവും. അത് 1/2 കിലോമീറ്ററിന് അപ്പുറത്തുണ്ടാവും സ്റ്റേഷൻ എന്ന് പറഞ്ഞു. ഇവിടെ സ്റ്റാർട്ടർ സിഗ്നൽ ഉണ്ട്. ഇവിടെയും കണ്ടോ സ്റ്റാർട്ടർ സിഗ്നൽ. ഇതാണ് ഔട്ടർ സിഗ്നൽ. ഒരു വാർണിംഗ് സിഗ്നലാണ്. ഇതാണ് ഹോം സിഗ്നൽ. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ഹോം സിഗ്നൽ. ഒരു 185 മീറ്ററിൻ്റെ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ സ്റ്റേഷനുമായിട്ട്. ഉണ്ടോ ഹോം സിഗ്നൽ പറഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഡോർ ഓഫ് ദി സ്റ്റേഷൻ. അതാണ് ഡോറ്, സ്റ്റേഷൻ്റെ ഡോറാണ് ഹോം സിഗ്നൽ എന്ന് പറഞ്ഞാൽ. ഹോം സിഗ്നൽ എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ്റെ ഡോറാണ്, സ്റ്റേഷനിലേക്കുള്ള എൻട്രിയാണ്. വണ്ടി ട്രെയിന് സ്റ്റേഷനിലേക്ക് എൻട്രിയാണ്. ദ സിഗ്നൽ ഈസ് ലൊക്കേറ്റഡ് അറ്റ് അബൌട്ട് 180 മീറ്റേഴ്സ് ഫ്രം ദി സ്റ്റാർട്ട് ഓഫ് ദി സ്വിച്ചസ് അല്ലേ. 180 മീറ്ററിൻ്റെ സ്വിച്ചസിൻ്റെ 180 മീറ്ററിൻ്റെ ഡിഫറൻസിലാണ് അതുണ്ടാവുക. ഉണ്ടോ ഡിഫറൻസ് ബിറ്റ്വീൻ 180 മീറ്റർ. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിപ്പാർച്ചർ സിഗ്നൽസ് ആണ്. ഡിപ്പാർച്ചർ സിഗ്നൽ സ്റ്റാർട്ടർ സിഗ്നലും ഉണ്ട്, അഡ്വാൻസ് സ്റ്റാർട്ടർ സിഗ്നലും ഉണ്ട്. ഉണ്ടോ സ്റ്റാർട്ടർ സിഗ്നലും ഉണ്ട്, അഡ്വാൻസ് സ്റ്റാർട്ടർ സിഗ്നലും ഉണ്ട്. സ്റ്റാർട്ടർ സിഗ്നലും ഉണ്ട്, അഡ്വാൻസ് സ്റ്റാർട്ടർ സിഗ്നലും ഉണ്ട്. ഉണ്ടോ സ്റ്റാർട്ടർ സിഗ്നലും ഉണ്ട്, അഡ്വാൻസ് സ്റ്റാർട്ടർ സിഗ്നലും ഉണ്ട്. അടുത്തത് സ്റ്റാർട്ടർ സിഗ്നൽ പ്രൊവൈഡഡ് ഫോർ കൺട്രോളിങ് ദി മൂവ്മെൻറ്റ് ഓഫ് ട്രെയിൻസ്. ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള സിഗ്നലാണ്. ലീവിങ് എ പ്ലാറ്റ്ഫോം ഈസ് കാൾഡ് സ്റ്റാർട്ടർ. വണ്ടി സ്റ്റേഷനിൽ നിന്ന് എടുക്കുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാനുള്ള സിഗ്നലാണ് സ്റ്റാർട്ടർ സിഗ്നൽ. ദ ട്രെയിൻ ക്യാൻ സ്റ്റാർട്ട് ഓൺലി വെൻ ഇറ്റ് ഈസ് പൊസിഷൻ. അതിന് ഈ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ലോക്കോ പൈലറ്റിന് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. അതിന് പ്രൊസീഡ് പൊസിഷനിലാണെങ്കിൽ അതവിടെ സിഗ്നൽ നോക്കിയിട്ടാണ് മനസ്സിലാക്കുക. സെപ്പറേറ്റ് സ്റ്റാർട്ടിങ് സിഗ്നൽ ഈസ് പ്രൊവൈഡഡ് ഫോർ ഈച്ച് ലൈൻ അല്ലേ. ആർ പ്രൊവൈഡഡ് ഫോർ ഈച്ച് ലൈൻ. ഓരോ ട്രാക്കിനും ഓരോ സ്റ്റാർട്ടർ സിഗ്നൽ ഉണ്ടാവും. ഒരു സ്റ്റേഷനിൽ ഒന്ന് മാത്രമല്ല ഉണ്ടാവുക, ഓരോ ട്രാക്കിനും ഓരോ സ്റ്റാർട്ടർ സിഗ്നൽ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇവിടെ കണ്ടോ സ്റ്റാർട്ടർ സിഗ്നൽ, ഇത് ആ ട്രാക്കിനുണ്ട്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പുറത്തെ ട്രാക്കിനാണ്. ലോക്കോ പൈലറ്റിന് ഏതിലൂടെ നോക്കിയാലും ഓരോ ട്രാക്കിനും, അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറത്ത് വേറെ ട്രാക്ക് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും സ്റ്റാർട്ടർ സിഗ്നൽ. ഓക്കെ, അടുത്തത് വരുന്നത് അഡ്വാൻസ് സ്റ്റാർട്ട് സിഗ്നലാണ്. അഡ്വാൻസ് സ്റ്റാർട്ട് സിഗ്നൽ ഇറ്റ് ഈസ് ഡിപ്പാർച്ചർ സിഗ്നൽ. ഇവിടുന്ന് വിട്ടു പോകുമ്പോഴുള്ള സിഗ്നലാണ്. വണ്ടി സ്റ്റേഷനിൽ നിന്ന് വിട്ടു പോകുമ്പോൾ കണ്ടോ അഡ്വാൻസ് ഇവിടെ ഇപ്പുറത്താണ്. സ്റ്റേഷനിൽ നിന്ന് വിട്ടു പോകുമ്പോഴുള്ള സിഗ്നലാണ്. അത് അറ്റത്തുള്ള സിഗ്നലാണ്. കണ്ടോ ഇവിടെ കണ്ടോ. ഈ വാർണർ സിഗ്നൽ എന്നൊക്കെ പറഞ്ഞാൽ അത് എൻട്രി വരുമ്പോഴുള്ള, ഹോം സിഗ്നൽ എന്ന് പറഞ്ഞാൽ എൻട്രിക്ക് വേണ്ടിയുള്ളത്, എക്സിറ്റ് ഡിപ്പാർച്ചറിന് വേണ്ടിയുള്ളതാണ് എന്ത് അഡ്വാൻസ് സ്റ്റാർട്ട് സിഗ്നൽ. ഇറ്റ് ഈസ് ഡിപ്പാർച്ചർ സിഗ്നൽ. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ബിയോണ്ട് ദി ഔട്ടർമോസ്റ്റ് ട്രെയിലിംഗ് പോയിൻറ്റ്സ്. ഇത്
ഏറ്റവും സ്റ്റേഷൻ്റെ ഔട്ടർ മോസ്റ്റ് പോയിന്റിലാണ് ഉണ്ടാവുക. ഓക്കെ, ഔട്ടർ മോസ്റ്റ് പോയിന്റിലാണ് ഉണ്ടാവുക. The signal is the last stop signal at the station where it is provided. സ്റ്റോപ്പ് സിഗ്നലിൻ്റെ ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ് സിഗ്നൽ. ലാസ്റ്റ് സ്റ്റോപ്പ് സിഗ്നലാണ് അഡ്വാൻസ് സ്റ്റാർട്ട് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇത് ലാസ്റ്റ് സ്റ്റോപ്പ് സിഗ്നലാണ്. അറ്റ് സ്റ്റേഷനിലുള്ള ലാസ്റ്റ് സ്റ്റോപ്പ് സിഗ്നലാണ് ഈ സ്റ്റേഷനിൽ അല്ല, ഈ സിഗ്നൽ ട്രെയിൻ കടന്നു പോയി കഴിഞ്ഞാൽ ആ ട്രെയിനിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ നിന്ന് സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഉത്തരവാദിത്തം ലോക്കോ പൈലറ്റിനാണ്. മനസ്സിലായോ? ഈ സിഗ്നൽ കൊടുക്കുന്നത് സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ സ്റ്റേഷനിലുള്ള സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് സിഗ്നൽ കൊടുക്കുന്നത്, മൂപ്പരുടെ ഉത്തരവാദിത്തമാണ്. ഈ സിഗ്നലും കൂടി പാസ് ചെയ്ത് വണ്ടി പോയി കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ഉത്തരവാദിത്തം സ്റ്റേഷൻ മാസ്റ്റർക്കല്ല, പകരം അതിൻ്റെ ലോക്കോ പൈലറ്റിന്. ബാക്കിയുള്ള സിഗ്നൽ നോക്കി ഓടിക്കൽ ആ ലോക്കോ പൈലറ്റിൻ്റെ ഇതാണ്. നമ്മൾ കുറേ വാർണിംഗ് സിഗ്നലൊക്കെ നോക്കി, അപ്പോൾ അത് വെച്ചൊക്കെ നോക്കി വാർണിംഗ് സിഗ്നലുണ്ട്. പിന്നെ നമ്മൾ വേറെ എന്താ പഠിച്ചു, ഹോം സിഗ്നൽ പഠിച്ച്, ഔട്ടർ സിഗ്നലൊക്കെ പഠിച്ചില്ലേ, അതൊക്കെ നോക്കി വണ്ടി ഓടിക്കൽ പിന്നെ ലോക്കോ പൈലറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഈ സിഗ്നലും കൂടി അഡ്വാൻസ് സ്റ്റാർട്ട് സിഗ്നലും കൂടി കടന്ന് വണ്ടി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം സ്റ്റേഷൻ മാസ്റ്ററിന് വിട്ടു. അടുത്തത് ഇൻ്റർലോക്കിംഗ് ആറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇൻ്റർലോക്കിംഗ് ഉണ്ടാവും സ്റ്റേഷനിൽ, അതിൻ്റെ ഇമ്പോർട്ടൻസുമാണ് അടുത്തത് പറയാൻ പോകുന്നത്. The levers operating the various signals and points are mechanically connected in order to avoid the possibility of pulling wrong levers and ensure safe movement of trains. This is known as interlocking signals. എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ലിവർ ഉണ്ടാവില്ലേ പിടിച്ച് വലിക്കുന്ന ഈ വണ്ടീൻ്റെ ഗിയറൊക്കെ പോലുള്ള ദ ലിവേഴ്സ് ഓപ്പറേറ്റിംഗ് ദ വേരിയസ് സിഗ്നൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ലിവേഴ്സ് ഉണ്ടാവില്ലേ, ആൻഡ് പോയിൻറ്റ്സ് ആർ മെക്കാനിക്കലി കണക്ട്. ഇതൊക്കെ മെക്കാനിക്കലാണ് കണക്ട്, അല്ലാണ്ട് ഇലക്ട്രോണിക്സ് ഒന്നല്ല, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ചൊന്നുമല്ല. ഇപ്പോഴും മെക്കാനിക്കലായിട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒന്നും സ്മാർട്ടായിട്ടൊന്നുമില്ല. കണക്റ്റഡ് ഇൻ ഓർഡർ ടു അവോയ്ഡ് പോസിബിലിറ്റി ഓഫ് പുള്ളിങ് റോങ് ലിവേഴ്സ്. അതൊക്കെ മെക്കാനിക്കലായി കണക്ട് ചെയ്യുക. എന്തിനു വേണ്ടി? ഇത് നമ്മൾ ലിവറൊക്കെ വലിച്ച് അല്ലെങ്കിൽ സിഗ്നൽ കൊടുക്കുമ്പോൾ തെറ്റിപ്പോണ്ടിരിക്കാനും വേണ്ടി ഇതൊക്കെ പൂർണ്ണമായിട്ട് ഫുള്ള് വയറിലൂടെ, പുള്ളിയിലൂടെ, ലിവറിലൂടെയാണ് കണക്ട് ചെയ്തിട്ട് ഈ സിഗ്നലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് എൻഷുർ സേഫ് മൂവ്മെൻറ്റ് ഓഫ് ട്രെയിൻസ്. ദിസ് ഈസ് നോൺ ആസ് ഇൻ്റർലോക്കിംഗ് ഓഫ് സിഗ്നൽ. അപ്പോൾ ഇതൊക്കെ മെക്കാനിക്കലായിട്ടുള്ള ഒരു സിസ്റ്റമായിട്ട് ഇതിങ്ങനെ നടന്നു കൊടുക്കുക ഫോർ ദി സേഫ് മൂവ്മെൻറ്റ് ഓഫ് ട്രെയിൻസ്. പിന്നെ അതിലുള്ള എറർ വന്ന് സിഗ്നൽ തെറ്റി കൊടുക്കാണ്ടിരിക്കാനൊക്കെ ഇത് ഒരു മെക്കാനിക്കൽ സിസ്റ്റമാണ്. അപ്പോൾ ഇതിനെയാണ് ഇൻ്റർലോക്കിംഗ് സിഗ്നൽസ് എന്ന് പറയുന്നത്. അതാണ് ഇൻ്റർലോക്കിങ്ങിനോട് ഉദ്ദേശിക്കുന്നത്. ഇത് ലിവർ, പുള്ളി, ചെയിന്, വയറൊക്കെ വെച്ചിട്ടാണ് ഈ സിഗ്നൽസിനൊക്കെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, കുറേ അധികം സിഗ്നൽസിന്. അപ്പോൾ അതിന് ഒരു മെക്കാനിക്കൽ സിസ്റ്റമാണ് ഇതിൻ്റെ ഒരു ഫുൾ. And in order to avoid the wrong levers and ensure safe movement of, ഒരു തെറ്റായ ലിവർ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ സിഗ്നൽ തെറ്റിപ്പോകുമല്ലോ, അപ്പോൾ വണ്ടി ഇടിക്കുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സിസ്റ്റം. എൻഷുർ സേഫ് മൂവ്മെൻറ്റ് ഓഫ്, ദിസ് ഈസ് നോൺ ആസ് ഇൻ്റർലോക്കിംഗ് സിഗ്നൽസ്. ആണ് ഇൻ്റർലോക്കിംഗ് ഓഫ് സിഗ്നൽസ് എന്ന് പറയുന്നത്.
ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻ്റർലോക്കിംഗ് ഈസ് ടു എലിമിനേറ്റ് ഹ്യൂമൺ എറർ ഇൻ ദി ഓപ്പറേഷൻസ് ഓഫ് സിഗ്നൽസ് ആൻഡ് പോയിൻറ്റ്സ്. ഈ ഇൻ്റർലോക്കിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൺ എറർ, മനുഷ്യൻ്റെ മറവി കൊണ്ടോ അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടോ ഉണ്ടാകുന്ന എറർ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നാണ് ഈ ഇൻ്റർലോക്കിംഗ് കൊണ്ട് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. സിഗ്നൽസും പോയിൻറ്റ്സും ഓപ്പറേഷൻസ് ഓഫ് സിഗ്നൽസും പോയിൻറ്റ്സിൻ്റെ ഓപ്പറേഷൻസിൽ ഹ്യൂമൺ എറർ, പോയിൻറ്റ്സിൻ്റെ ഓപ്പറേഷൻ ഉണ്ടാവും, ചിലപ്പോൾ ട്രാക്ക് മാറ്റി കൊടുക്കേണ്ടി വരും, അങ്ങനെയൊക്കെയുള്ള ഓപ്പറേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷനിൽ ഹ്യൂമൻ എറർ മാക്സിമം കുറക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ അടുത്ത പറയുന്ന നമ്പർ, ഇതിൻ്റെ ഇൻ്റർലോക്കിംഗ് ആൻഡ് ഇറ്റ്സ് ഇൻ്റർലോക്കിംഗ്. ഇതിങ്ങനെ മെക്കാനിക്കൽ സിസ്റ്റം ആയിട്ട് ഇങ്ങനെ എല്ലാം കൊടുത്തതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇൻക്രീസ് ദ നമ്പർ ഓഫ് പോയിൻറ്റ്സ് ആൻഡ് സിഗ്നൽസ്. അപ്പോൾ ഇതിങ്ങനെ മെക്കാനിക്കൽ ആയതുകൊണ്ട് ഇൻക്രീസ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ആൻഡ് സിഗ്നൽസ് കൂടും. ഇൻക്രീസ് ഇൻ സ്പീഡ്, അതുകൊണ്ട് തന്നെ നമുക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ട വേറൊരു സിഗ്നൽ വരാം, എല്ലാം ഡിഫറെൻറ്റ് സിഗ്നൽസ് ഒക്കെ ആയതുകൊണ്ട് ഇൻക്രീസ് ഇൻ സ്പീഡ് കൂടും. പോയിൻറ്റ്സ് ആൻഡ് സിഗ്നൽസ് അറേഞ്ച്ഡ് ഇൻ ഫൂൾ പ്രൂഫ് മാനർ. ഒരു പ്രൂഫ് കൺഫ്ലിക്റ്റിംഗ് മൂവ്മെൻറ്റ് ആർ അവോയ്ഡ് അല്ലേ. നല്ല ഒരു ഇതിലാണ് സിഗ്നൽസും പോയിൻറ്റ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കോൺഫ്ലിക്റ്റിംഗ് മൂവ്മെൻറ്റ്സ് ആർ അവോയ്ഡഡ്. ഈ മൂവ്മെൻറ്റിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ഹെൽപ്സ് ഇൻ പ്രോപ്പർ ആൻഡ് സേഫ് വർക്കിംഗ് ഓഫ് ദി സിസ്റ്റം. ഇതിങ്ങനെ ആയതുകൊണ്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സേഫ് വർക്കിംഗ് ഓഫ് ദി എൻറ്റയർ ട്രെയിൻ സിസ്റ്റം, സ്റ്റേഷൻ സിസ്റ്റം. അപ്പോൾ ദിസ് ഓൾ അബൌട്ട് ടുഡേയ്സ് പ്രസൻറ്റേഷൻ. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്, സ്റ്റേ സേഫ്.